ഗുജറാത്തിലും യു.പിയിലുമൊക്കെ സംഘപരിവാർ പരീക്ഷിച്ചു വിജയിച്ച വർഗീയ വിഭജനവും ആൾക്കൂട്ട കൊലപാതകവുമൊക്കെ കേരളത്തിലും പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘപരിവാർ ബി.ജെ.പി. പ്രവർത്തകർ. പാലക്കാട് ജില്ലയിൽ ജോലി തേടി വന്ന രാമനാരായണ ബയ്യാർ എന്ന ഛത്തീസ്ഗഡ് സ്വദേശി അതിർത്തി പ്രദേശമായ വാളയാറിലെ അട്ടപ്പള്ളം എന്ന സ്ഥലത്ത് വെച്ച് അതിക്രൂരമായി മർദ്ദിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയുമുണ്ടായ വാർത്ത നമ്മളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിലെ ഭീകരാക്രമണങ്ങളൊക്കെ കേരളത്തിലും ആരംഭിച്ചോ എന്ന ചോദ്യമാണ് നമ്മളെ അസ്വസ്ഥമാക്കുന്നത്. നല്ല കൂലിയും സംസ്കാരവുമുള്ള നാട് എന്ന നിലക്കാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണ ചെലവിൻ്റെ ഭാരിച്ച ചെലവ് അത് കുറക്കാൻ നമ്മളെ ഏറെ സഹായിക്കുന്നുണ്ട് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ. വലിയ കൂലി കൊടുത്താലും ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യാൻ കഴിയാത്ത ചില ആളുകൾ കൊണ്ടുള്ള പ്രയാസം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ വരവോടെയാണ്. നമ്മുടെ നാട്ടിലെ മനോഹരമായ വീടുകളുടെയും റോഡുകളുടെയും ബിൽഡിങ്ങുകളുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ഇതേ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പ്രാരാബ്ദങ്ങൾ കൊണ്ട് പ്രവാസത്തിലേക്ക് പോകുന്ന മനുഷ്യരെ പോലെ കേരളത്തിലേക്ക് വന്ന പച്ചപ്പാവ മനുഷ്യർ, അവരെ കേവലം മനുഷ്യരായി കാണാതെ വർഗീയ വിദ്വേഷത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിലൊക്കെ അവരെ ക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആരാണ് സംഘപരിവാറിന് ഈ രീതിയിൽ അഴിഞ്ഞാടാൻ സ്വാതന്ത്ര്യം നൽകിയത്? ബംഗ്ലാദേശിയാണ്, മുസ്ലിമാണ് എന്ന് തെറ്റിദ്ധരിച്ചാണത്രേ ഈ അന്യസംസ്ഥാന തൊഴിലാളിയെ അവർ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. രാമനാരായണൻ എന്ന പേരുള്ള ആ ഹൈന്ദവ സഹോദരനെ മർദ്ദിച്ചതും കൊലപ്പെടുത്തിയതുമൊക്കെ ശ്രീരാമന്റെ ആളുകളെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ തന്നെയാണ്. ഒരു കാലത്ത് ഇന്ത്യയിൽ ഒന്നുമല്ലാതിരുന്ന, ഭരണത്തിലേറുമെന്ന് സ്വപ്നം പോലും കഴിയാത്ത രീതിയിൽ ഇന്ത്യയിൽ തീരെ ഇല്ലാത്ത വിഭാഗമായിരുന്നല്ലോ സംഘപരിവാറും ബി.ജെ.പിയും ഒക്കെ. എന്നാൽ മുസ്ലിം വിദ്വേഷ പരാമർശങ്ങളും വർഗീയ വിഭജനങ്ങളും വർഗീയ കലാപങ്ങളും ഒക്കെയാണ് അവരെ ആരൊക്കെയോ ആക്കിയത്. അവർ ഭരണത്തിലേറിയതും അത്തരം നീച പ്രവർത്തികളിലൂടെ തന്നെയാണെന്ന് ചരിത്രം പഠിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. അവരാദ്യം ആ ഒരു തന്ത്രം പരീക്ഷിച്ചത് യു.പിയിലും ഗുജറാത്തിലുമൊക്കെ ആയിരുന്നല്ലോ. പിന്നീട് ഹരിയാന, മണിപ്പൂർ പോലത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കുകയും ആ ഒരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഭരണം അവർ കയ്യേറിയത്. ഇപ്പോൾ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ആ ഒരു വർഗീയ വിഭജനം വ്യാപിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഭരണം നിലനിർത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ RSSും സംഘപരിവാറും സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്ന് നമ്മൾ അഹങ്കാരത്തോടെ പറഞ്ഞിരുന്നു. എന്നാൽ വർഗീയ വിഭജനം എന്ന അതേ പരീക്ഷണങ്ങളുമായി കേരളത്തിന്റെ മണ്ണിലും വേര് പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണവർ. അതിന്റെ ഭാഗം തന്നെയാണ് ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറേ കാലമായി വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചും വെറുപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞും അവർ ഈ നാട്ടിൽ പരക്കെ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. വിവിധങ്ങളായ പരാമർശങ്ങളും പ്രസ്താവനകളുമായി അവർ രംഗത്തുണ്ട്. വെള്ളാപ്പള്ളിയും ശശികലയും അതുപോലെ തന്നെ ഇത്തരം വർഗീയ വിഷം തുപ്പുന്ന നിരവധി ആളുകളുടെ വർഗീയ പ്രചാരണത്തിന്റെ പരിണിത ഫലം തന്നെയാണ് ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾ. ആദ്യം അത് തടയാൻ ഇവിടുത്തെ ഭരണകർത്താക്കൾക്കും സാധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ കുറച്ചു കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ക്രൂര വിരോധങ്ങൾക്ക് കാരണം അവർക്ക് പ്രചോദനമാകുന്ന തരത്തിലുള്ള മുസ്ലിം വിദ്വേഷങ്ങളും വർഗീയ വിഭജനങ്ങളുമൊക്കെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണെന്ന് ആർക്കാണ് അറിയാത്തത്? അത് തടയാൻ നിലവിലെ സർക്കാരിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അവരെ തടയാത്ത സർക്കാർ തന്നെയല്ലേ ഈ കൊലപാതകത്തിന് ഉത്തരവാദി? കേവലം പ്രതികളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമായില്ലല്ലോ. ഇത്തരം സംഭവങ്ങൾ ഇനി കേരളത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ അത്തരം അക്രമികൾക്ക് പ്രചോദനമാവുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനകളോ പ്രസംഗങ്ങളോ ഈ കേരളത്തിൽ നടക്കാൻ പാടില്ല. അത്തരം വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. എന്നാൽ മാത്രമേ ഇത്തരം അക്രമ സംഭവങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും കേരളത്തിൽ ഇനി വരാതിരിക്കാൻ സാധ്യതയുള്ളൂ. അതല്ലാതെ ഈ വർഗീയ വിദ്വേഷകരെ അടിച്ചുവിട്ടാൽ, അവർക്ക് അഴിഞ്ഞാടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകിയാൽ ഇനിയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ഇവിടെയും ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കും. മതത്തിന്റെ പേരിലുള്ള കലാപങ്ങളും കൊലകളും നടക്കും. പക്ഷേ ഈ വർഗീയ വിദ്വേഷകരെ അടിച്ചമർത്തുന്നതിന് പകരം, അവരുടെ മേൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് പകരം എന്താണ് ഈ സർക്കാർ ചെയ്യുന്നത്? 4 വോട്ടിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി അവരുടെ പിന്നിൽ വാലാട്ടി നടക്കുന്ന പോലെയല്ലേ
നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരുടെ പിന്നിൽ വാലാട്ടി നടക്കുമ്പോൾ അവർക്ക് എന്തും പറയാം, അവർക്ക് എന്ത് പ്രവർത്തനം നടത്താം എന്നുള്ള ഒരു സ്വാതന്ത്ര്യമല്ലേ അവർക്ക് ലഭിക്കുന്നത്? ഇവിടെ ഞങ്ങൾ എത്ര വർഗീയത പ്രസംഗിച്ചാലും ഞങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവില്ല എന്നുള്ള ധൈര്യമല്ലേ അവർക്ക് ലഭിക്കുന്നത്? കൂടുതൽ ആളുകൾ അത്തരം വർഗീയ പ്രചാരണത്തിലേക്ക് കടന്നു വരില്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ഇത് മനസ്സിലാക്കാത്തത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കേരളത്തിൽ സംഘ് പരിവാറിന് വർഗീയ വിഭജനത്തിനും വർഗീയ പ്രചാരണത്തിനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തതിൻ്റെ പേരിൽ തന്നെയല്ലേ കഴിഞ്ഞ ഇലക്ഷനിൽ ജനങ്ങളെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്? അതുകൊണ്ട് തന്നെയല്ലേ ഇടതുപക്ഷം തോറ്റു തുന്നം പാടിയതും? അതിപ്പോഴും ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ നേതൃത്വത്തിൻ്റെ ദീർഘദൃഷ്ടി എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, സംഘ് പരിവാറിന് അഴിഞ്ഞാടാൻ കേരളത്തിൽ സർവ്വ സ്വാതന്ത്ര്യവും നൽകിയാൽ ധാർമ്മിക മൂല്യങ്ങൾ പാടേ കേരളത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. അതിനൊരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ ആൾക്കൂട്ട കൊലപാതകം. അതുപോലെ നിരവധി ആക്രമണങ്ങൾ ഇവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ശശികലയുടെ വർഗീയ പ്രസംഗങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ട് ചെറിയ കുട്ടികളെ പീഡിപ്പിച്ച കഥകൾ നമ്മൾ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് പോലും ആ ശശികലക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ആ സംഘ് പരിവാറിന് ഈ വർഗീയ വിദ്വേഷ പ്രചാരകർക്ക് അഴിഞ്ഞാടാൻ സ്വാതന്ത്ര്യം കൊടുത്താൽ ഇവിടെയുള്ള ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലാതാവും, മനുഷ്യത്വം തന്നെ ഇല്ലാതായി പോകും. ധാർമ്മിക വിദ്യാഭ്യാസം ലഭിക്കാത്ത ആളുകളൊക്കെ നിരന്തരമായി ഇവരുടെ വെറുപ്പ് കേട്ടുകൊണ്ടിരുന്നാൽ, ഈ വർഗീയ വിദ്വേഷം കേട്ടുകൊണ്ടിരുന്നാൽ, മുസ്ലിം വിരോധം കേട്ടുകൊണ്ടിരുന്നാൽ അത്തരക്കാരായ ആളുകൾക്ക് മുസ്ലിങ്ങളോട് വിരോധമുണ്ടാകും, സ്വാഭാവികമാണ്. അതില്ലാതാക്കാൻ ഈ വർഗീയ വിദ്വേഷകരെ തടയുക, അവർക്ക് വേറെ നടപടി എടുക്കുക എന്നത് മാത്രമാണ് പരിഹാരം. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ മുസ്ലിം വിരോധം ഉള്ളിൽ കൊണ്ട് നടന്ന് ഇവിടെ അക്രമങ്ങൾ സാധാരണയാവും. ഇത്തരം ക്രൂര വിനോദങ്ങൾ സാധാരണ സംഭവമാകും. അതിന് പകരം ധാർമ്മിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടാവേണ്ടത്. വെറുപ്പും വിദ്വേഷവും ഒരു ഭാഗത്ത് പ്രചരിപ്പിക്കുമ്പോൾ അതിനെ മറികടക്കാൻ ധാർമ്മിക വിദ്യാഭ്യാസം തന്നെയാണ് പരിഹാരം. അല്ലാതെ നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ കൊണ്ടൊന്നും അത് തടയാൻ കഴിയില്ല. രാഹുൽ ഈശ്വർ ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നത് കേട്ടു, ഈ ഹിന്ദുത്വ ഭീകരർ ഇത്തരത്തിൽ അഴിഞ്ഞാടാൻ കാരണം അവരിലുള്ള ആത്മീയ ശൂന്യതയാണെന്ന്. ഈ ആത്മീയ ശൂന്യത ഉണ്ടാകുമ്പോൾ അവർക്ക് ഈ വെറുപ്പും വിദ്വേഷവും അവരുടെ ഉള്ളിൽ എപ്പോഴും കൊണ്ടു നടക്കും, മുസ്ലിങ്ങളോടുള്ള പക കൊണ്ട് നടക്കും, ഈ ആക്രമണത്തിന് അവരെ പ്രേരിപ്പിക്കും. ഇതാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വരുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, രാഹുൽ ഈശ്വറിന്റെ ആ വാക്കുകളൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. ഈ പറയുന്നത് നിഷാദ് എന്ന മാധ്യമ പ്രവർത്തകനോടല്ല, രാഹുൽ ഈശ്വർ എന്ന ഹിന്ദു ആക്ടിവിസ്റ്റ് നിഷാദ് എന്ന മുസ്ലിമിനോടാണ് പറയുന്നത്. അതായത് ഹിന്ദുക്കളുടെ മനസ്സിലുള്ള ആത്മീയ ശൂന്യതയിൽ നിന്നാണ് ഈ വിദ്വേഷം ഉണ്ടാകുന്നത്. അത് ഗാന്ധിജി കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഒരു ശത്രുവിനെ നിർമ്മിച്ച് ആ ശത്രുവിനെ പോരടിക്കാൻ വേണ്ടി ഉള്ളൊരു സംഘം ചേരലോ അല്ലെങ്കിൽ ആൾക്കൂട്ടലോ ഉണ്ടാകണം. ആത്മീയ ശൂന്യത എന്നുള്ള വലിയ വാക്കൊന്നും പറയല്ലേ എന്റെ രാഹുല, ഇത് ആത്മീയ ശൂന്യത അല്ല. അതിൽ വസ്തുതയുണ്ട്, അതൊരിക്കലും തള്ളിക്കളയാൻ പറ്റുന്ന വാക്കല്ല. കാരണം ആത്മീയതയും ധാർമ്മിക വിദ്യാഭ്യാസവും ഒക്കെ മനുഷ്യന് നൽകുന്നത് മനുഷ്യൻ തിന്മ ഉപേക്ഷിക്കാനും നന്മയിലൂടെ സഞ്ചരിക്കാനുമാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറുപ്പം മുതൽ മുസ്ലിങ്ങൾ കുട്ടികളെ മദ്രസയിൽ പറഞ്ഞയക്കുന്നത്. മുസ്ലിം പണ്ഡിതന്മാർ നിരന്തരമായി പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേജിലും പേജിലും ഈ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചുമൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ മുസ്ലിം സമൂഹത്തിന് അത് ലഭിച്ചില്ല എങ്കിൽ ഈ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന വെറുപ്പും വിദ്വേഷവും വർഗീയ വിഭജനവും ഒക്കെ ഉള്ളിൽ കയറി ധാർമ്മികമായ ചിന്തകൾ തന്നെ ഇല്ലാതായി പോകും. ഇത്തരം ആക്രമണങ്ങൾക്കും അനീതികൾക്കും കൂട്ടുനിൽക്കും. നീചമായ പ്രവർത്തികളെ കൊണ്ട് ഈ ലോകം നിറയും. അത് മുസ്ലിങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പണ്ഡിതന്മാർ നിരന്തരമായിട്ട് പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ധാർമ്മിക വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ആത്മീയതയും ധാർമ്മിക വിദ്യാഭ്യാസവുമുള്ള ആളുകൾക്കിടയിൽ എത്ര വെറുപ്പ് പ്രചരിപ്പിച്ചാലും വിദ്വേഷം പ്രചരിപ്പിച്ചാലും അത് വില പോവുകയില്ല. അത് ലഭിക്കാത്ത ആളുകൾക്കിടയിലാണ് ഈ വെറുപ്പും വിദ്വേഷവും വല്ലാതെ പ്രചരിക്കുന്നതും അത് ഫലിക്കുന്നതും. അത് തന്നെയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ അത് രാഹുൽ ഈശ്വർ പറയുമ്പോൾ മീഡിയ വണിൻ്റെ അവതാരകൻ നിഷാദ് റാവുത്തർ അതിനെ എതിർക്കുന്നുണ്ട്. ആത്മീയത കൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കുഴപ്പമാണ്. അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇത്തരം ആത്മീയ പണ്ഡിതന്മാരുടെ പിന്നിലൊന്നും പോകേണ്ട കാര്യമില്ല,
നല്ല വിദ്യാഭ്യാസം കിട്ടിയാൽ നമുക്ക് ചിന്തിക്കാമല്ലോ. ഇത്തരത്തിലുള്ള ഒരു ലിബറൽ ചിന്താഗതിയാണ് അവർ പ്രചരിപ്പിക്കുന്നത്. നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാമല്ലോ, ആത്മീയ ഗുരുക്കന്മാരുടെ പിന്നാലെ ഒന്നും പോകേണ്ട കാര്യമില്ല എന്നുള്ള ആ ഒരു ആശയമാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത്രത്തോളം വെറുപ്പ് നേരിടാൻ കാരണം. രാഹുൽ ഈശ്വർ പറഞ്ഞ ആ കാര്യം അത് വസ്തുതയാണ്, അതിനെ എതിർക്കുകയാണ് മീഡിയ വണ്ണിന്റെ ആ അവതാരകൻ. അപ്പോൾ മുസ്ലിങ്ങളിൽ തന്നെ ഒരു ലിബറൽ ചിന്താഗതി വളർത്താനാണ് ജമാഅത്തെ ഇസ്ലാമി പോലത്തെ പുത്തൻവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തടയാൻ വേണ്ടിയിട്ടാണ് സുന്നി പണ്ഡിതന്മാർ നിരന്തരമായിട്ട് പ്രഭാഷണങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും അവരിങ്ങനെ നിരന്തരം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ അജണ്ട കൂടിയാണ്. പണ്ഡിതന്മാരെ അവരുടെ വഴിക്ക് വിടും, അവർ ധാർമ്മിക വിദ്യാഭ്യാസം നൽകട്ടെ, ആത്മീയമായിട്ടുള്ള പുരോഗതി അവിടുത്തെ ജനങ്ങളിലേക്ക് കൊടുക്കട്ടെ, അവർ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അവർ പ്രചരിപ്പിക്കട്ടെ. എന്നാൽ ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ ഏറെക്കുറെ ഇല്ലാതാകും. അതല്ലാതെ അവരെ പരിഹസിച്ച് അവരെ തേജോവധം ചെയ്ത് ധാർമ്മിക വിദ്യാഭ്യാസം നേടുന്നതിലും ആത്മീയതയിൽ നിന്നുമൊക്കെ ജനങ്ങളെ പിന്തിരിപ്പിച്ചാൽ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ തുടർച്ചയായി സംഭവിക്കും. ഈ നാട് കുട്ടിച്ചോറാകും. അതല്ലെങ്കിലും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത്തരം മാധ്യമങ്ങൾ തന്നെയാണ് ഈ നാട്ടിലെ സകല പ്രശ്നങ്ങൾക്കും കാരണമെന്ന്. മനുഷ്യത്വരഹിതമായ ഇത്തരം ക്രൂര പ്രവർത്തനങ്ങളൊക്കെ മുസ്ലിങ്ങളിൽ നിന്ന് ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് എല്ലാ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും കേട്ടുകൊണ്ട് സഹിച്ചുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്തം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതല്ലാതെ ഇവരൊക്കെ ആരോപിക്കുന്നത് പോലെ ആരെയും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടോ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടോ ഒന്നും അല്ല. അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. വ്യാജ ആത്മീയത എന്താണെന്ന് തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം. അല്ലാതെ ആത്മീയത എന്ന് കേൾക്കുമ്പോഴേക്കും കണ്ണടച്ച് വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ കൂടുകയല്ലല്ലോ വേണ്ടത്. ഇവിടെ ആത്മാർത്ഥമായിട്ട് ജനങ്ങളെ സംസ്കരിക്കാനുള്ള ആത്മീയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അത് ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. ഏത് കാര്യത്തിൽ എന്ത് സംഗതി നോക്കുകയാണെങ്കിലും അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുമല്ലോ. ഇതിലും ആത്മീയതയിലും ഉണ്ടാവും ഡ്യൂപ്ലിക്കേറ്റ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. എന്നെ കേൾക്കുന്ന പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പണ്ഡിതന്മാരെ അവരുടെ വഴിക്ക് വിടുക, മതസംഘടനകളെ അവരുടെ വഴിക്ക് വിടുക. അവർ ഈ ലോകം നന്നാക്കാനാണ് ശ്രമിക്കുന്നത്, ഈ സമൂഹത്തെ സംസ്കരിച്ചെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ജനങ്ങളിലുള്ള ഇത്തരം വെറുപ്പും വിദ്വേഷവും എടുത്തു കളഞ്ഞ് ആത്മീയതയും ധാർമ്മിക ചിന്തയും അവരിൽ വളർത്തിയെടുക്കാനാണ് ഈ സംഘടനകളും പണ്ഡിതന്മാരും ശ്രമിക്കുന്നത്. അവരെ നിങ്ങൾ പരിഹസിക്കാതെ, അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് തടഞ്ഞു നിർത്താതെ അവരുടെ വഴിക്ക് വിട്ടാൽ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതല്ലാതെ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളെ കൊണ്ടൊന്നും അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിയില്ല. രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ ഹിന്ദുക്കൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം നൽകിയാൽ, ആത്മീയതയോടുള്ള താല്പര്യം അവർക്ക് വർദ്ധിപ്പിച്ചാൽ അവരിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് തടയാൻ കഴിയും. പക്ഷേ ഹൈന്ദവ സമൂഹത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസം വളരെ കുറവാണ് എന്നാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. കൊല്ലപ്പെട്ട ആ അതിഥി തൊഴിലാളി എങ്ങാനും മുസ്ലിം ആയിരുന്നെങ്കിൽ ഇപ്പോൾ വർഗീയ വിദ്വേഷം പ്രസംഗിച്ച് നടക്കുന്ന ആളുകളൊക്കെ എന്താ പറയാ? എല്ലാവരും ആ കൊല്ലപ്പെട്ട ആ സഹോദരനെതിരായിരിക്കും. ബംഗ്ലാദേശിൽ നിന്നും വന്ന ചാരനാണ്, രാജ്യദ്രോഹിയാണ്, തീവ്രവാദിയാണ് എന്നൊക്കെ മുദ്ര കുത്തി അയാളെ പരമാവധി ക്രൂശിക്കാൻ വേണ്ടി ശ്രമിക്കും ഇവരൊക്കെ. അയാൾ മുസ്ലിം നാമധാരി അല്ലാത്തത് മഹാഭാഗ്യം. സുരേന്ദ്രനും ശശികലയും വെള്ളാപ്പള്ളിയും ഒക്കെ ചാടി വീഴും അയാളെ തീവ്രവാദിയാക്കാൻ വേണ്ടിയിട്ട്, അയാളെ രാജ്യദ്രോഹിയാക്കാൻ വേണ്ടിയിട്ട്. പാകിസ്ഥാനുകാരെ പോലെ ബംഗ്ലാദേശുകാരും നമ്മുടെ ശത്രുക്കളാണെന്നൊക്കെ പറഞ്ഞ് പരത്തുന്നുണ്ടാവും. ഇപ്പൊ ബംഗ്ലാദേശിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്നല്ലോ. ബംഗ്ലാദേശുകാരോട് ഈ സംഘ് പരിവാറിന് അടങ്ങാത്ത ദേഷ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചതെന്നും ബംഗ്ലാദേശുകാരോട് ഈ സംഘ് പരിവാറിനുള്ള ദേഷ്യം എന്താണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ശശികലയുടെയും സുരേന്ദ്രന്റെയും വെള്ളാപ്പള്ളിയുടെയും മറ്റ് വിദ്വേഷ പ്രചാരകരുടെയും ഒക്കെ വെറുപ്പും വിദ്വേഷവും തുളുമ്പുന്ന പ്രഭാഷണങ്ങൾ നിരന്തരം കേൾക്കുന്ന ആളുകൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. ഉത്തരേന്ത്യയിൽ നിന്നും കേട്ടാൽ അറപ്പുളവാക്കുന്ന ഭയാനകമായിട്ടുള്ള പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. അതൊന്നും കേരളത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല. എന്നാൽ പിണറായി സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഈ വർഗീയ വിഭജനം ഉണ്ടാക്കുന്ന, വിദ്വേഷ പ്രചാരണം നടത്തുന്ന അവർക്ക് അഴിഞ്ഞാടാനുള്ള സ്വാതന്ത്ര്യം നൽകിയാൽ ആ വാർത്തകളും നമുക്കിവിടെ കേൾക്കേണ്ടി വരും. അത് തടയണമെങ്കിൽ ഇവർക്കെതിരെയൊക്കെ ശക്തമായ നടപടി സ്വീകരിച്ചേ പറ്റൂ. അവരെ ഈ മണ്ണിൽ നിന്നും തുടച്ചു നീക്കിയേ പറ്റൂ. വേരോടെ പിഴുതെറിയാൻ കഴിഞ്ഞാൽ ഈ നാട് രക്ഷപ്പെടും. അല്ലെങ്കിൽ ഈ ആഭ്യന്തരവും പോലീസും ഒക്കെ അവരുടെ കാൽക്കീഴിൽ കൊണ്ടുവെക്കാനേ ഇവർക്ക് കഴിയൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.